ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അരി അരച്ച ഉടനെ തന്നെ തയ്യാറാക്കാൻ കഴിയുന്ന ഇൻസ്റ്റൻറ്റ് നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയുമായാണ്. ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കുന്നില്ല. ഉൾവശം നല്ല സോഫ്റ്റും പുറംവശം നല്ല ക്രിസ്പിയും ആയിട്ടുള്ള നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായി ഒരു ബൗളിനകത്തേക്ക് 500 ഗ്രാം പച്ചരി എടുക്കുന്നുണ്ട്. കപ്പളവിൽ പറയുകയാണെങ്കിൽ 2.5 കപ്പ് അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. ഇപ്പോൾ അരി ഞാനിവിടെ 3-4 തവണ നന്നായി വാഷ് ചെയ്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഇത് കവർ ചെയ്ത് ഒരു 5 മണിക്കൂർ മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ 5 മണിക്കൂറിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്ത് ഇതിലെ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് 4 ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നല്ല ജീരകവും പിന്നീട് 1/3 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതും 1/3 കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മട്ട അരിയുടെ ചോറാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് 2 നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട്. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊക്കെ ആവശ്യമായ ശർക്കരപ്പാനി തയ്യാറാക്കണം. അതിനായി ഞാനിവിടെ ഒരു പാനിൽ 350 ഗ്രാം അളവിൽ ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് ഇത് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായി മെൽറ്റായതിന് ശേഷം ഇത് ഞാനിവിടെ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ശർക്കരപ്പാനി അധികം ചൂടോടെ അരിയിലേക്ക് ചേർത്ത് കൊടുക്കരുത്. നമ്മൾ കൈ മുക്കി നോക്കുന്ന സമയത്ത് ചെറിയ ചൂട് തട്ടില്ല, ആ ഒരു ചൂട് മാത്രമേ പാടുള്ളൂ. പിന്നീട് മിക്സിയുടെ ജാർ എടുത്ത ശേഷം അതിനകത്തേക്ക് പകുതി അളവിലാണ് അരി ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ 2 ട്രിപ്പായിട്ടാണ് ഞാൻ അരി ഇവിടെ അരച്ചെടുക്കുന്നത്. ഇപ്പോൾ ആദ്യം കുറച്ച് അരി ചേർത്തതിന് ശേഷം ഇതിനകത്തേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശർക്കരപ്പാനി കുറഞ്ഞ അളവിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഒന്നിച്ച് ആദ്യമേ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അരി അരഞ്ഞു കിട്ടുകയില്ല. അപ്പോൾ കുറച്ച് ശർക്കരപ്പാനി ചേർത്തിട്ട് അരി ഞാനിവിടെ ഒരു ട്രിപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ ഒരു ബൗളിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള അരി കൂടെ ചേർത്ത് അതിലേക്ക് ആവശ്യത്തിന് മാത്രം ശർക്കരപ്പാനി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരി ഒന്ന് അരച്ചെടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് അളവിൽ മൈദയാണ്. അപ്പോൾ 1/2 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് ഒന്നുകൂടെ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് ഇത് ഞാൻ ആ കൂട്ടിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എല്ലാം നിങ്ങൾ ആവശ്യത്തിന് നോക്കിയിട്ട് ഇതിലേക്ക് ബാക്കിയുള്ള ശർക്കരപ്പാനി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് തരിതരിയായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. അധികം അരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ശർക്കരപ്പാനി ചേർത്ത് നമ്മൾ അരി അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് തരിയോടെ തന്നെയാണ് നമുക്ക് അരഞ്ഞു കിട്ടുന്നത്. മിക്സിയുടെ ജാറിനകത്തേക്ക് കുറച്ചുകൂടെ ശർക്കരപ്പാനി കൂടെ ചേർത്ത് അതുകൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് ഒന്ന് മാവ് കുറച്ചൊരു കൺസിസ്റ്റൻസി ലൂസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിവിടെ ബാറ്റർ തയ്യാറാക്കിയിരിക്കുന്നത്. കാരണം വെള്ളം അധികം കൂടി പോകാൻ പാടില്ല. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാൻ വേണ്ടി കുറച്ച് തേങ്ങാക്കൊത്തും അതുപോലെ എള്ളും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനിത് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് ആ എള്ളൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ കൊത്തും കൂടെ ഇതിനൊപ്പം ചേർത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തേങ്ങാക്കൊത്ത് നെയ്യപ്പത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല, വെറും എള്ള് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ നെയ്യപ്പം ചുടാനായിട്ട് ഒരു ഇരുമ്പ് ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ചൂടായി നിൽക്കുന്ന ആ ഓയിലിലേക്ക് ഒരു തവി മാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നെയ്യപ്പം പൊങ്ങി വരുന്നതാണ്. അപ്പോൾ നെയ്യപ്പം നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. അപ്പോൾ അരികിൽ നിന്നും കുറച്ച് ആ ഓയിൽ ഞാൻ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യപ്പം മുഴുവനായിട്ട് പൊങ്ങി വരും. അപ്പോൾ നെയ്യപ്പത്തിൻ്റെ ഒരു ഭാഗം നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന സമയത്ത് മാത്രമേ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ആ സമയം വരെ നമ്മൾ നന്നായിട്ട് തന്നെ കുക്കായി വരണം. അപ്പോൾ ഇതൊരു ഭാഗം ആയതിന് ശേഷം ചെറിയ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഞാനിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്.
ഇപ്പോൾ 2 ഭാഗവും നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയതിനു ശേഷം ഞാനിത് ഒരു അരിപ്പ ഉപയോഗിച്ച് അടുപ്പിൽ നിന്നും കോരി മാറ്റുന്നുണ്ട്. ഇതേ രീതിയിൽ ബാക്കിയുള്ള മാവും ഉപയോഗിച്ച് ഞാനിവിടെ നെയ്യപ്പം ചുട്ടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് 4 മണിക്ക് ചായക്കൊപ്പവും അതുപോലെ വീട്ടിൽ ഗസ്റ്റ് വരുന്ന സമയത്തൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റിയും നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഈ നെയ്യപ്പം നിങ്ങൾ ഒരിക്കലെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.